എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ഷെറീന എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരുന്നില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ്. ബട്ടൂര ഇഷ്ടമുള്ളവർ ഇതിൽ ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇത് സാധാരണ ഒരു ബട്ടൂരയല്ല, ബ്രെഡ് വെച്ചിട്ടാണ് ഈ ബട്ടൂര ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് മതി, അതോടുകൂടിയിട്ട് നമ്മുടെ ബട്ടൂര റെഡിയാക്കിയെടുക്കാം. ഒത്തിരി സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബട്ടൂരയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 ബ്രെഡ് വരെ പൊടിച്ചെടുത്തിട്ടുണ്ട്. സൈഡ്സൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വലിയ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയതാണെങ്കിൽ 8 എണ്ണമൊക്കെ എടുത്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി മെഷർമെൻറ്റ് കപ്പില്ലാത്തവർ സാധാരണ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ നിറയെ മൈദ എടുത്താൽ മതി, അങ്ങനെ അളന്നാലും മതി. ഇനിയിപ്പോൾ അത് വടിക്കണമെന്നൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിതിലോട്ട് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ആവശ്യമില്ല, കുറച്ച് മതി കേട്ടോ പഞ്ചസാര. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് കേട്ടോ, പുളി ഇല്ലാത്ത തൈര് നോക്കി നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ടയായിട്ടില്ലാത്തവർ 1 കപ്പ് തന്നെ എടുത്തോളൂ, കുഴപ്പമില്ലെങ്കിൽ. നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി വെള്ളം ചേർത്തിട്ട് കുഴക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാകത്തിനനുസരിച്ചിട്ട് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കട്ടയില്ലാത്ത നല്ല ലൂസ് തൈര് അങ്ങനത്തെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് തന്നെ എടുത്തോളൂ. അപ്പോൾ എന്നിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ, മാവ് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ല കട്ട തൈരാവുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലപോലെ കുഴച്ചെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, ഒരുപാട് നേരം ഒന്നും കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ കുഴച്ച ശേഷം ഉരുളകളാക്കി മാറ്റുക. ഇങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള ഓരോ ഉരുളകളാക്കി മാറ്റുക. അത്യാവശ്യം വലുപ്പമുള്ളത് വേണം കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ളത് വേണമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഓരോന്ന് പരത്തി അതിന് വീണ്ടും 3 പീസാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വലുപ്പം വേണം ഉരുളകൾ. അപ്പം ഞാനിവിടെ എല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ കുറച്ച് പൊടി തൂവിയിട്ട് കുഴയ്ക്കാനും ഏറ്റവും നല്ലത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒട്ടാണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളാണ്. പിന്നെ ഒരുപാടങ്ങ് കനലിയാണ്ട് പരത്തണ്ട കേട്ടോ, അത്യാവശ്യം തിക്കിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പരത്തിയെടുക്കുക. മാക്സിമം പരത്തി, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. ഇതുപോലെ ഞാനെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരത്തിയ ശേഷം ഇതുപോലെ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ടായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ എണ്ണ ചൂടായ ശേഷം ഇതുപോലെ താഴ്ത്തി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടാവണം, എങ്കിൽ മാത്രമേ നല്ലപോലെ പൊള്ള വരുള്ളൂ. പൊള്ള വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ത്തി ഇട്ട ശേഷം ഇങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഒരു കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണ മുകളിൽ ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി. നല്ല ചൂടുള്ള എണ്ണ തെളിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരും. ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി.
വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ബട്ടൂര വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക, അവരൊക്കെ ഉണ്ടാക്കട്ടെ. അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയെക്കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം, ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.